ഹലോ ഹായ് ഗായ്സ്, ഞങ്ങൾ ഇന്ന് എൻ്റെ കുടുംബ വീട്ടിൽ വന്നിരിക്കുന്നു മാങ്ങ അടക്കാൻ. ഈ തോട്ടയാണെങ്കിൽ ഭയങ്കര വെയിറ്റാണ്, ഒരു രക്ഷയില്ല. കുറേ മാങ്ങ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് വന്നിട്ട് ഞങ്ങൾക്ക് യഥാർത്ഥമായിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. മാങ്ങ ഇപ്പം പണ്ട് ഇവിടെ താമസിച്ച സമയത്ത് എല്ലാ മാങ്ങയും കിട്ടും. ഇപ്പം വന്നിട്ട് വല്ലപ്പോഴും ഒരിക്കൽ ഇവിടെ വരുവുള്ളൂ. പിന്നെ അച്ഛൻ തെങ്ങിന് വെള്ളം അടിക്കാൻ വരും, അതുകൊണ്ട് പിന്നെ അച്ഛനെ കൊണ്ടൊന്നും പറ്റില്ല ഇതെല്ലാം അടക്കാൻ. അങ്ങനെ ഇന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞ് ഞങ്ങളെ പോയി ഒരുപാട് മാങ്ങ അടക്കാൻ. അങ്ങനെയാണ് ഇത് ഒരു മരം. ഈ മാങ്ങ പഴുത്ത കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പഴുത്തില്ലെങ്കിൽ പുളിപ്പുണ്ട്, പഴുത്ത നല്ല ടേസ്റ്റാണ്. ഈ മാങ്ങ മരം മാത്രമല്ല, ഇവിടെ കുറേ മാങ്ങ മരം ഉണ്ട്. ഇവിടെയെല്ലാം അടത്തിട്ടിരിക്കുന്നു. ഇനി അടുത്ത മാങ്ങ മരം കാണിക്കാം. എൻ്റെ ചേട്ടൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. എല്ലാം കഷ്ടപ്പെട്ടാണ് ഒരു ദിവസം വിളിച്ചിട്ട് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ തോട്ട പിടിച്ച് പൊക്കി അടക്കണതും ഭയങ്കര പാടാണ്. അങ്ങനെ ഗൈസ്, ഞങ്ങളതുകൊണ്ട് ഇതിലൊരു ചാക്ക്, ഇതിൽ കുറേ മാങ്ങ ഇത്രയും അടത്തി ഈ ഒരു മരത്തിൽ നിന്ന്. ഇനി ഞങ്ങൾ വേറെ മരം, ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്. ഇനി മരത്തിൽ മാങ്ങ ഉണ്ട്. ഇത് വേപ്പ മരമാണ്. ഇത് അച്ഛൻ്റെ വീടാണ്. ഇവിടെയാണ് ഞാൻ ജനിച്ച് വളർന്ന വീടാണ്. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഈ കോമ്പൗണ്ട് മൊത്തം കരിവേപ്പില ചെടിയാണ്. എവിടെ നോക്കിയാലും കരിവേപ്പില ചെടി. ഏത് തന്നെ. ഇതൊരു ക്രിസ്മസ് ട്രീ പോലെ പോണ ഒരു മാമരമാണ്. ഇതിലും കുറേ മാങ്ങ ഉണ്ട്. കണ്ടോ, ഇതിലും കുറേ കാണും, പക്ഷെ കാണില്ല, അങ്ങനത്തെ ഇടയിലൊക്കെ കിടക്കുകയാണ്. ഇത് കരിവേപ്പില ചെടി. ഇവിടെ കരിവേപ്പില എന്ന് പറഞ്ഞാൽ ഒരുപാട് കരിവേപ്പില. ഇതാണ് ഞങ്ങളെ കുടുംബ വീട്. പിന്നെ ജെറി മരം കണ്ട, ചെറി കായ്ച്ച് കിടക്കണം. ഞങ്ങൾ ഈ സ്ഥലത്ത് എല്ലാം ചേട്ടാ നോണ്ട ചെറിയ പിന്നെ ചെറിയ അടുത്ത് പുളിച്ചിക്ക. ഇത് പുളിച്ചിക്ക മരം. പുളിച്ചിക്ക പണ്ട് പുളിച്ചിക്ക ഇല്ലാതെ ഇരുന്ന സമയത്തുണ്ട് കേട്ടോ, എല്ലാം പോട്ട്. ജാമ്പയ്ക്ക. ഹലോ ഗൈസ്, ഇതെല്ലാം കായ്ക്കണം, പക്ഷെ ഞങ്ങൾ കഴിക്കണില്ല. ചേട്ടാ ഇങ്ങി വന്ന് നോക്ക് ചേട്ടാ. ഇത് ഇങ്ങി വാ. ചെറി കാച്ചി കിടക്കണം അവിടെ. ഇവിടെ ചെറി കാച്ചി കിടക്കണ. നേരെ ഇങ്ങി വന്നേ. ഇതേ ചേട്ടാ, അത് ചിലർ പാക കാച്ചി ശർക്കര വെള്ളത്തിലിക്കട, അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ നോക്ക്, ജാമ്പയ്ക്ക. പിള്ളേർക്ക് പറിച്ചു കൊടുത്താലേ പിള്ളേർ കഴിക്കും ചേട്ടാ. കണ്ടാ ഗൈസ്, എത്ര ജാമ്പയ്ക്ക നമ്മളെ പഴയ വീട്ടിൽ കിടക്കണത്. ദൈവമേ, നല്ലതായിരിക്കും, സൂപ്പറായിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷേ വന്ന് അടുത്ത് തന്നെ 10 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസാണ് വന്നടക്കാൻ. മരം മൊത്തം ചെറിയാണ്. പിന്നെ നെല്ലിക്ക മരത്തിൽ നെല്ലിക്ക കിടക്കണമെന്ന് അറിഞ്ഞൂടാ, അതും ഒന്ന് നോക്കട്ടെ. ഇത് ഞങ്ങളുടെ കിണർ മൂടിയിട്ടിരിക്കണം. ഇതാണ് ഞങ്ങളെ മറ്റേ ചീമ നെല്ലിക്ക മരം. പക്ഷെ നെല്ലിക്ക വരും. ചെറുതായിട്ട് ചെറിയ ഒരു നെല്ലിക്ക അവിടെ ഏതോ ചെറുതായിട്ട് വന്ന് നിൽക്കണം. നെല്ലിക്കയും വന്ന് നിൽക്കണം കേട്ടാ. ഉണ്ടോ, ഇത് ഞങ്ങളുണ്ട്. ഈ മാമരം വന്നിട്ട് ഇതാണ്, ഇതിനെന്തെന്ന് പറയും, ചെങ്കവരിക്ക മാങ്ങ. തറയൊന്ന് ചേട്ടാ, അത് നല്ലതായിരിക്കും, ഇനിയും നന്നായിരിക്കും ചെങ്കവരിക്ക മാങ്ങ. ഇത് തനി ചാക്കിലിടാമേ. ഇത് ചെറുതായിട്ട് കൊണ്ടിരിക്കണം. ഇത് ചെങ്കവരിക്ക മാങ്ങയാണ് ഗൈസ്. ഇന്ന് അച്ഛൻ വെള്ളം അടിക്കാൻ വന്നപ്പം ഇവിടെ മതിൽ ചാടി കുറേ പിള്ളേർ ഇവിടെ മാങ്ങ പറിച്ചിട്ടിരുന്നാണ് കണ്ടത്. ഞങ്ങൾ ഈ വീട് വാടകയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അവരില്ല ഇപ്പം, അവർ മോളെ വീട്ടിൽ പോയിരിക്കണം. അപ്പോൾ വന്നപ്പോൾ ഇവിടെ കുറേ പിള്ളേരാണ് നിൽക്കുന്നത്. പറഞ്ഞ് നിങ്ങൾക്ക് മാങ്ങ വേണമെങ്കിൽ പോയി പറിക്കി, ഇല്ലെങ്കിൽ മാങ്ങ ഒന്നും കിട്ടില്ല, അവിടെ പിള്ളേർ വന്ന് ചാടി നിന്ന് പറിക്കണം. ഞാൻ ഞങ്ങളുടെ
കുടുംബ വീടിൻ്റെ ഫുൾ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കുഞ്ഞിലെ ജനിച്ച് വളർന്ന വീട്. സത്യം പറയട്ടെ, ഇപ്പം ഇരിക്കുന്ന വീട് എത്ര ടെറസ് വീടായിരുന്നാലും പക്ഷേ ഇതിൽ വളരുന്ന സുഖമുണ്ടല്ലോ, അത് തനി തന്നെ. എൻ്റെ മോൻ അവനെ പ്രസവിച്ചപ്പോൾ ഇവിടെയാണ് നിന്ന് അവൻ കുറേ വർഷം. അതുകൊണ്ട് എൻ്റെ മോനും ഇഷ്ടപ്പെട്ട വീട് ഇത് തന്നെ. പിന്നെ ഇത് സപ്പോട്ട, ഇപ്പം ഇല്ല, സപ്പോട്ട കായ്ക്കും. ഇത് സപ്പോട്ട. പിന്നെ ഇവിടെ എല്ലാ മാമരവും എന്തുകൊണ്ട് കരിവേപ്പില, കറി ലീഫ്, കറിവേപ്പില, വേപ്പമരം. ഇവിടെ മൊത്തം കരിവേപ്പിലയും വേപ്പിലയും തന്നെ ഉണ്ട്. ഈ മാമരത്തിൽ ഇതൊരു കുഞ്ഞു മാമരമാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇവിടെ 2 മാങ്ങ നിന്ന്, ഇവിടെ ഏതിലാണ് ഒന്നിൽ ഇതിൽ 2 മാങ്ങ നിന്ന്, അത് കാണാനില്ല. ഒന്നീ വീഴുന്ന പൊയ്ക്കാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പറിച്ച് കാണും. അങ്ങനെ ഈ സ്ഥലത്തില്ലാത്തതൊന്നുമില്ല. ഓക്കെ, വരണം, മാങ്ങ അടക്കാൻ ഞാൻ ചേട്ടൻ മാങ്ങയെല്ലാം അടക്കും. എനിക്കാണെങ്കിൽ എളുപ്പമുള്ള കാര്യം ജാമ്പയ്ക്ക. കണ്ട, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ജാമ്പയ്ക്ക ഒന്നും കിട്ടിയില്ല. കാരണം ഞങ്ങൾ ഇടയ്ക്ക് വരണയില്ല, അതെടുക്കാം. പക്ഷേ കവറൊന്നും കൊണ്ടുവന്നില്ല, വീട്ടിലും ആളില്ല. ഒരുപാട് ജാമ്പയ്ക്കയാണ്, ഒരുപാട് ജാമ്പയ്ക്ക. കണ്ട, നോക്ക്, ഈ കൊത്ത് കാണിച്ചു ഇവിടെ. പിള്ളേർക്കാണെങ്കിൽ കേട്ടിട്ട് വന്നിട്ട് പറിക്കാം. ഇല്ല, പറിക്കുന്ന കുഴപ്പമില്ല, കവറില്ലല്ലോ. നമ്മള് ചെങ്കവരിക്ക മാങ്ങതോ ഇത്രയും കിട്ടി. ഇതെല്ലാം നിറയെ ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം പോയി. കുറേ തറയിൽ പഴുത്ത് കിടക്കണം, എല്ലാം പോയി. ഇനി അവിടെ 2-3 മരങ്ങളൊക്കെ നിൽക്കണം, മാമരം. ഇതാണ് ഞങ്ങളുടെ വീട്, ജനിച്ച് വളർന്ന വീട്. ഇന്നിപ്പം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വേറെ ആളുകൾ താമസിക്കണം. അടുത്ത മാമരമാണ്, കൈ കൊണ്ട് പറിക്കാം മാങ്ങ. വേണ്ട, ചെറുതിലാണെങ്കിൽ മാങ്ങ പറിച്ച് ഉപ്പിട്ട് ഇപ്പൊക്കെ പല്ല് വിളിക്കുന്ന പറഞ്ഞ് കൂടുതൽ പറിക്കണതും ഇല്ല. ഇതെല്ലാം ഇങ്ങനെ കൈ കൊണ്ട് പറിച്ചത്. പക്ഷെ ഇത് ഈ ചെറിയ ഇതില് പഴുക്കും കേട്ടാ ചേട്ടാ. ഈ 2 പറിക്കട്ടാ, ഇല്ലെങ്കിൽ ഇതിൽ ഒരു മാങ്ങയും കിട്ടൂല. ഈ 2 മാത്രം. കണ്ടാ ഗൈസ്, എന്തൊരു എളുപ്പമല്ലേ തോട്ടയിട്ട് കിടക്കണല്ലോ. ഇതിങ്ങനെ കൈ കൊണ്ട് പറിക്കണത്. വാവ്, പുളിച്ചിക്ക എടുക്കണ്ടേ? ഇനി പുളിച്ചിക്ക നിർത്തിട്ട് കുറച്ച് പുളിച്ചിക്ക. അല്ല, ഇത് മൈലാഞ്ചി ചെടി. മൈലാഞ്ചി ഇവിടെ നിന്നപ്പം വകയില്ലായിരുന്നു. അടുത്ത വീട്ടിലുള്ള ആളുകളെല്ലാം വന്ന് വാങ്ങിച്ച് അരച്ച് തലയിലേക്ക് തേക്കാം, എനിക്ക് ആവശ്യമില്ല. പക്ഷെ ഇതില്ലാതിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് മൈലാഞ്ചി കിട്ടിയാൽ കൊള്ളാൻ തോന്നും. ഇവിടെതാ മൈലാഞ്ചി, സപ്പോട്ട. ഇതൊരു മാമരമാണ്. പുളിച്ചിക്ക കുറവ്, അപ്പുറത്ത് പുളിച്ചിക്കയില്ല. വടക്ക് വശത്ത് നിൽക്കുന്നതിൽ എനിക്ക് പറ്റാത്ത കരിയൊക്കെ ചേട്ടനാണ്. ഇതെന്തെന്ന് കേട്ടാ, കരിവേപ്പില. ഈ കരിവേപ്പില ചെടിയിലുള്ള കരിവേപ്പില കൊള്ളാം, ചെറിയല്ല. ഇതിനെന്തിന് ആരോ കൊണ്ടുപോയപ്പം ഈ കരിവേപ്പില എന്താ ജീരക കരിവേപ്പിലയാ എന്തോ ഒരു പേര് പറയണുണ്ട്. പക്ഷെ നല്ല മണം. നമ്മൾ ഇവിടെ വന്ന് പറിച്ച ഒരുപാട് കരിവേപ്പില ചില സമയം സീസണിൽ കരിവേപ്പില പറിക്കാം, അമ്മയ്ക്കും കൊടുക്കാം. ചില സീസണിൽ ഒരുപാട് കരിവേപ്പില അഴുക്കായിരിക്കും. പക്ഷേ ഇതിപ്പം കരിവേപ്പില ഇലയെല്ലാം നല്ല ഇല. പണ്ട് കുറച്ച് ദിവസം നിറയെ കരിവേപ്പില, അങ്ങനെ ഫുള്ള് കരിവേപ്പില ആയതുകൊണ്ട് പിന്നെ ഒടിച്ച് കടയിൽ കൊടുക്കുമായിരുന്നു. ഇപ്പം ആർക്കും കടയിലൊന്നും കൊടുക്കാൻ വയ്യ. കണ്ടാ ഗൈസ്, കരിവേപ്പില കണ്ടാ. നിറയെ പേര് കരിവേപ്പില ഇവിടെ വന്ന് കേട്ട് പറിച്ച് വാങ്ങിച്ചിട്ട് പോകും, ഞങ്ങളെ ഇവിടുത്തെ കരിവേപ്പില. ഇനി മാങ്ങ എടുത്ത് ഇടണം. മാങ്ങ എടുത്തിട്ടിട്ട് കുറച്ച് ജാമ്പയ്ക്ക കുറച്ചുകൂടെ പറിക്കണം.
പറിച്ചിട്ട് പുളിച്ചിക്കയും പറിച്ചിട്ട് നേരെ വീട്ടിൽ പോകണം. ഇത് ഒരു ഗേറ്റുണ്ട് ഇവിടെ കൂടെ, ഫ്രണ്ട് ഗേറ്റ്. ഇത് നേരെ പോയാൽ വെള്ളമുള്ള ഫുട്ബോൾ ഗ്രൗണ്ട് നേരെ കയറുന്നത്. ഇത് ഗ്രൗണ്ട്. ഇതിലേ പോയാൽ അച്ഛൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം അവിടെയാണ്. അച്ഛൻ്റെ ചേച്ചി എല്ലാവരും ഉണ്ട്. അങ്ങനെ അവിടെ ഒരു വെള്ളച്ചാക്ക് ഫുള്ള് നിറഞ്ഞായി. അടിയിലിരിക്കുന്ന മാങ്ങ വേറൊരു മരത്തിലുള്ളത്. പിന്നെ അതിലിടയിൽ പേപ്പർ വെച്ചിട്ട് ഈ ചെങ്കവരിക്ക മാങ്ങയെല്ലാം പറിച്ചിടണം. ഇപ്പം പറിച്ചത് 3 ഇനം മാങ്ങ. ഇനി ഒരു മരത്തിൽ നിന്ന് പറിച്ചത് അത് എന്തൊരു ഇനം ഉണ്ടോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു മരം. പിന്നെ ഗൈസ് ഈ ജാമ്പയ്ക്ക മരം കാണുമ്പോഴേ അത് കാണുമ്പം ഒരാളെ ഓർമ്മ വരും. ആരെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ചേച്ചിയെ അവർ കൊണ്ടുവച്ച് നട്ടതാണ്. അവരിപ്പോൾ ഇല്ല, അവർ മരിച്ചിട്ട് 1 വർഷമാവണം. ഈ മരം ഇതൊന്നും മാത്രമല്ല, നിറയെ ചെടികളെല്ലാം കൊണ്ടുവന്ന് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കും. അമ്മ അത് വേണം ഇത് വേണമെന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ട് കൊടുക്കും. ഒരാളിരിക്കുമ്പോൾ അവരെ വില മനസ്സിലാവില്ല. അവർ പോയതിന് ശേഷം തന്നെ അവരെ മെമ്മറീസ് തന്നെ നമുക്ക് അവരെന്തൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ തന്നെ നമുക്ക് ഇതായി വരും. ഇന്ന് ഞങ്ങൾ അപ്പച്ചിയെ ഒരുപാട് മിസ് ചെയ്യണം. പുളിച്ചിക്ക ഒരുപാട് മരം നിൽക്കണം അപ്പുറത്തിപ്പുറത്തൊക്കെ. ഇപ്പം ഈ പുളിച്ചിക്ക വേണ്ട. പണ്ട് ഇവിടെ പുളിച്ചിക്ക ഇല്ല. ബാക്കിൽ ഇതുകൊണ്ട് ഒരു വീട് കാണണല്ലേ, ഞങ്ങളുടെ നെയ്ബറിൻ്റെ വീടാണ്. അപ്പം ആ വീട്ടിൽ ഒരുപാട് പുളിച്ചിക്ക ഇതുപോലെ പാച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾ അവിടെ അവരുടെ അടുത്ത് പോയി ഞങ്ങൾക്ക് പുളിച്ചിക്ക തരുമോ എന്ന് കേട്ട് വാങ്ങിച്ചത്. ഇന്ന് ഞങ്ങളിവിടെ ഒരുപാട് പുളിച്ചിക്ക ഇങ്ങനെ, പക്ഷെ ഞങ്ങൾക്ക് തിന്നാൻ വേണ്ട. ഇത് പറിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് ഞങ്ങൾക്കൊന്നും അല്ല. ഇത് ഇനിയിപ്പോൾ കൊണ്ടുപോയിട്ട് ആർക്ക് വേണമെന്ന് കേട്ട് കൊടുക്കും. ഇത് ഇരിക്കണ എൻ്റെ ചേട്ടൻ ഉണ്ടല്ലേ, ഭയങ്കര ത്യാഗിയാണ്. ഇനി ഇരിക്കണ മാങ്ങയെല്ലാം വഴി നേരെ വീട്ടിൽ പോയി എത്തുമെന്ന് പറഞ്ഞിട്ടാ. വഴി കാണുന്ന എല്ലാവർക്കും കൊടുത്തേ പോവുള്ളൂ. അവർ ചോദിച്ചില്ലെങ്കിലും അങ്ങോട്ട് ചോദിച്ച് എല്ലാ ദാനധർമ്മം എല്ലാം ചെയ്തിട്ടേ വരുള്ളൂ. പുളിപ്പൊന്നും കഴിക്കാത്ത ആളാണ്. പക്ഷേ ഈ പുളിച്ചിക്ക ഉപ്പിട്ട് പച്ചമുളക് കട്ട് ചെയ്ത് ഉപ്പിട്ട് വെച്ച് കുറേ മണിക്കൂർ കഴിഞ്ഞാൽ ഇത്ര പുളിപ്പിരിക്കില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റായിരിക്കും. പുളിച്ചിക്ക നിറയെ ഒരു അച്ചാറിടും. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് പുളിച്ചിക്ക, ജാമ്പയ്ക്ക പിന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം. പുളിച്ചിക്ക അയച്ചതും തരാൻ പറ്റൂല, ഞങ്ങളെ വീട്ടിൽ വന്നാൽ തരാം. ഞങ്ങളെ ഇവിടെ വെള്ളമുള്ള വീട്ടിൽ വന്നാൽ തരാം. വേണമെന്നുള്ളവർക്ക് ചോദിക്കാം. കാരണം ഇവിടെ അടുത്തുള്ളവർ പുളിച്ചിക്ക, ജാമ്പയ്ക്ക, ചിലവരെ വീട്ടിൽ മാങ്ങയെ കാണൂല, അങ്ങനെയുള്ളവർക്ക് മാങ്ങ വേണമെങ്കിലും തരാം കേട്ടോ. അതുകൊണ്ട് ആരും മാങ്ങ ഞങ്ങൾക്ക് മാങ്ങ മരം ഇല്ലെന്ന് സങ്കടപ്പെടരുത് കേട്ടല്ല. ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾ ഭയങ്കര ഒരു എന്തൊരു പറയാ, എല്ലാവർക്കും ഒന്നുമില്ല. മരം ഇല്ലാതെ ഇരിക്കുന്ന എത്ര പേര് കാണും. ഒരു വീട് അതിൻ്റെ അവിടെ കാമ്പൗണ്ടിൽ മരം ഇല്ലാതെ. ഇപ്പം നമ്മളിരിക്കുന്ന വീട്ടിൽ നമുക്ക് മരം ഉണ്ടോ? മാമരം ഇല്ലല്ല. അപ്പോൾ നമുക്കിത് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനവും കിട്ടും. അതുപോലെ ഇത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങളെ മരത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത്. പിന്നെ ജാമ്പയ്ക്കൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ആര് ചോദിച്ചാലും പറിച്ച് തരാമെന്ന് പറയണേ. ഇവരെ പിള്ളേർ വന്ന് അടുത്തിട്ട് പോകുമെന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഇരുന്നാൽ ഉറപ്പായിട്ട് തരും ആര് കേട്ടാലും. ഓക്കെ, ഞങ്ങൾ പിന്നെ വീട്ടിൽ പോകണം കേട്ടോ. ജാമ്പയ്ക്ക കുറച്ചുകൂടെ അടത്തിട്ടിട്ട് ഇപ്പോൾ കാരണം പറയട്ടാ, ജാമ്പയ്ക്ക ഞങ്ങളൊന്നും കൂടുതൽ കഴിക്കൂല. പക്ഷേ അണ്ണൻ്റെ മക്കളുണ്ട്, അവർക്ക് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. ചേട്ടൻ്റെ അനിയത്തിയുണ്ട്, അനിയത്തിക്ക് മക്കളുണ്ട്. പിന്നെ വീഡിയോ ഫോളോ ചെയ്യണം. പിന്നെ ഞങ്ങളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണവർക്ക്, പിന്നെ ഞങ്ങളെ ഫേസ്ബുക്ക് ആയിട്ട് ഫോളോ ചെയ്യണ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ജാമ്പയ്ക്ക ഇതൊക്കെ തരണതാണ്. ആർക്ക് വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. ആര് കമൻറ്റ് പറയട്ട് എന്തോന്ന്. നമ്മൾ നെഗറ്റീവ് എടുക്കണം, പോസിറ്റീവ് എടുക്കണം, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ നോ നെഗറ്റീവ്, അത് നെഗറ്റീവൊക്കെ വേണം. പിന്നെ അങ്ങനെ എൻ്റെ ചേട്ടൻ മാങ്ങയൊക്കെ അടത്തതാ ഒരു തോട്ടം അങ്ങ് ഇട്ടിരിക്കണം, ഒരു തോട്ടം ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടാ. ഇവിടെ സാധാരണ ഇതിനിട്ടാ ഈ തോട്ടയെ തൂക്കി ഇട്ട് കൊടുക്കും. കാരണം ഇവിടെ മറ്റേ മതിലെത്തി ചാടി വന്ന് ഈ അടക്കണവർക്ക് പാവം കഷ്ടപ്പെടരുതല്ല. അവർ കഷ്ടപ്പെടാതെ ആ തോട്ടം എടുത്ത് അതെല്ലാം അടത്ത് കഴിച്ചിട്ട് പോവാൻ കണക്കാക്കി സെറ്റ് ചെയ്ത് കൊടുക്കും. തിന്നിട്ട് ഓക്കെ ബൈ. വീഡിയോ കട്ട് ചെയ്യണം.
ബൈ. ബായ്.